പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു. നിരവധി പേർ കൊല്ലപ്പെട്ടു. ഇപ്പോഴും ഒരു അപരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പാർട്ടിയെ പോലെ CPM ഇപ്പോഴും ബോംബ് നിർമ്മാണം നടത്തുകയാണ്. ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ക്രിമിനലുകൾക്ക് മുഴുവൻ സംരക്ഷണം കൊടുക്കുകയാണ്. ഇവരേത് യുഗത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് ഞങ്ങൾ നിയമസഭയിൽ ഇവർ ചോദിച്ചത്. ഇരുണ്ട യുഗത്തിലാണ് ഇവരിപ്പോഴും ജീവിക്കുന്നത്. എന്നിട്ട് മുഴുവൻ ആളുകളെ സംരക്ഷണം കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് സീന എന്ന പെൺകുട്ടി അതിശക്തമായി ഞങ്ങളിത് നിയമസഭയിൽ കൊണ്ടുവന്ന ദിവസമാണ് ഈ ബോംബ് ഭീതിയെ കുറിച്ച് പറഞ്ഞത്. അവരുടെ വീട്ടിൽ പോയി CPM നേതാക്കൾ ഭീഷണിപ്പെടുത്തുകയാണ്. അവരുടെ അമ്മയെ വിളിച്ച് CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുകയാണ്. പോലീസ് അവർക്ക് സംരക്ഷണം കൊടുക്കണം. സീനയ്ക്കും സീനയുടെ കുടുംബത്തിനും സംരക്ഷണം കൊടുക്കണം. കാരണം എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന പാർട്ടിയായിട്ട് CPM മാറിയിരിക്കുകയാണ്. ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള നീക്കത്തെ ഞങ്ങൾ ശക്തിയായി എതിർക്കുക തന്നെ ചെയ്യും. കാരണമല്ല, എന്തും ചെയ്യും. അധികാരം ഉപയോഗിച്ച് എന്തും ചെയ്യും എന്നുള്ള ധിക്കാരവും ധാർഷ്ട്യവും അവസാനിച്ചിട്ടില്ല. ഇതുപോലത്തെ ഒരു കേരളം കണ്ട, കേരളം ഞെട്ടിത്തരിച്ച ഒരു കൊടും കൊലപാതകത്തിലെ പ്രതികളെയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. അവർക്ക് ഇഷ്ടം പോലെ പരോൾ കൊടുക്കുക, ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. അവരാണ് മെനു നിശ്ചയിക്കുന്നത്. ചൈനീസ് വേണോ, തണ്ടൂരി വേണോ, കേരള സ്റ്റൈൽ വേണോ എന്ന് തീരുമാനിക്കുന്നവരാണ് അവരുടെ ഭക്ഷണം ജയിലിൽ. അവരാവശ്യപ്പെടുന്ന ഭക്ഷണം, ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എല്ലാം ജയിലിൽ ചെയ്തു കൊടുക്കുകയാണ്. കാരണം പാർട്ടി പറഞ്ഞിട്ട് കൊലപാതകം നടത്തിയതല്ലേ. പാർട്ടി സംരക്ഷിക്കുകയാണ് അവരെ, അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കുകയാണ്. അപ്പൊ കുറെ ആളുകൾക്ക് ഇളവ് കൊടുക്കാൻ വരുന്ന അവസരത്തിൽ ഈ പേരുകൾ കൂടി തിരികെ കയറ്റിയിരിക്കുകയാണ്. അവർക്ക് കൂടി ഇളവ് കൊടുക്കാൻ, ശിക്ഷാ ഇളവ് കൊടുക്കണമെന്ന് ഹൈക്കോടതി വിധിയിലുണ്ട്. ആ വിധി ലംഘിച്ചുകൊണ്ടാണ് ഈ നടപടിക്രമം നടത്തിയിരിക്കുന്നത്. ജയിലധികൃതർ വെറുതെ കൊടുക്കില്ലല്ലോ ഇവരുടെ പേരുകൾ. സർക്കാർ സ്വാധീനിച്ചിട്ടും പാർട്ടി സ്വാധീനിച്ചിട്ടും ചെയ്തിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ മടിക്കില്ലെന്നാണ് അതിന്റെ അർത്ഥം. അതാണ് മെസ്സേജ്. പഴയ ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും ഒരു കുറവുമില്ലെന്നാണ് മെസ്സേജ്. അതാണ് ഞാൻ പറഞ്ഞത്. തെറ്റ് തിരുത്താനല്ല, തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് CPM വഴുതി വീഴുകയാണ്. വീണ്ടും പാഠം പഠിച്ചില്ല. ഉറപ്പായിട്ടും എല്ലാ വഴിയിലും പോവും, എല്ലാ വഴിയിലും പോവും, എല്ലാ വഴിയിലും രാഷ്ട്രീയമായും നിയമപരമായും അതിനെ നേരിടും. ജയിൽ മേധാവി പറയുന്നത് 10 വർഷം തടവ് ശിക്ഷ പൂർത്തിയാക്കിയ പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് നേടാം. ഇതൊരു സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമാണ്. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ശിക്ഷാ ഇളവ് കൊടുക്കരുതെന്ന് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ടാമത് ഇവരുടെയൊക്കെ ശിക്ഷാ കാലയളവ് കൂട്ടിയതല്ലേ ഹൈക്കോടതി. ശിക്ഷാ ഇളവ് കൊടുക്കരുത് എന്ന് പറഞ്ഞ പ്രതികളെ ശിക്ഷാ ഇളവ് കൊടുക്കണം എന്ന് പറയാൻ ഈ ജയിൽ മേധാവിക്ക് എന്താ അധികാരം? എന്താ അധികാരം ജയിൽ മേധാവിക്ക്? ഹൈക്കോടതി വിധിയെ ലംഘിക്കാനുള്ള അധികാരം മാത്രമല്ല, ഇത് പ്രിവിലേജ്ഡ് ക്രിമിനൽസാണ്. ക്രൂരമായ കൊലപാതകം ചെയ്ത ആളുകളാണ്. അവരുടെ പേരുകൾ ശുപാർശ ചെയ്യാൻ ജയിൽ അധികൃതർക്ക് എന്താ? മറ്റൊന്ന് +1 സീറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം നടത്തും. +A കിട്ടിയ ആളുകൾക്ക് പോലും സീറ്റുകൾ കിട്ടാത്ത സാഹചര്യമുണ്ട്. ഞങ്ങൾ നിയമസഭയിൽ ഇത് വളരെ ഭംഗിയായിട്ട് ഞങ്ങളിത് അവതരിപ്പിച്ചു. മലബാറിലെ 6 ജില്ലകളിലുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് സീറ്റുകൾ ബാക്കിയാവും എന്നാണ് പറഞ്ഞത്. സീറ്റുകൾ ബാക്കിയാവും എന്നാ പറഞ്ഞത്. സീറ്റുകൾ ബാക്കിയാവുകയാണെങ്കിൽ എന്തിനാണ് 30% സീറ്റുകളുടെ മാർജിനൽ ഇൻക്രീസ് അവിടെ കൊടുത്തത്? സീറ്റ് ബാക്കിയാവുകയാണെങ്കിൽ 30% മാർജിൻ. ഇപ്പോ 40:1 ആണ്. ഒരു അധ്യാപകന് 40 കുട്ടികളാണ് വേണ്ടത്. ഇപ്പൊ തന്നെ ഓൾറെഡി 50 കുട്ടികളുണ്ട്. ഈ 30% കൂടി വർദ്ധിക്കുമ്പോൾ 65 മുതൽ 75 വരെ കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ. അധ്യാപകൻ മൈക്ക് വെച്ച് ക്ലാസ് എടുക്കേണ്ട, സമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന പോലെ അധ്യാപകൻ ക്ലാസ് എടുക്കേണ്ട സ്ഥിതിയാണ്. ഈ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി വരെ താഴോട്ട് പോവുകയാണ്. പിന്നെ അഡ്മിഷൻ കിട്ടുന്ന എവിടെയാണെന്നറിയാമോ? ഇപ്പൊ പൊന്നാനി താലൂക്കില് ഉള്ള ഒരു കുട്ടിക്ക്, ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഏറനാട് താലൂക്കിലെ നിലമ്പൂരിൽ അഡ്മിഷൻ കിട്ടിയിട്ട് കാര്യമുണ്ടോ? എത്രയോ കിലോമീറ്റർ, 10, 50, 100 കിലോമീറ്റർ യാത്ര ചെയ്ത് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമോ? അപ്പൊ ഞങ്ങൾ പറഞ്ഞിരുന്നാണ് സ്റ്റേറ്റ് വൈഡ് യൂണിറ്റ് ആക്കരുത്, താലൂക്ക് യൂണിറ്റ് ആക്കണം. താലൂക്ക് വൈസ് യൂണിറ്റ് ആക്കിയിട്ട് കൊടുക്കണം.
ഒരു 10 കിലോമീറ്റർ പരിധിയിലെങ്കിലും കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടണ്ടേ? 100 കിലോമീറ്റർ ദൂരപരിധിയിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി എങ്ങനെ പഠിക്കാൻ പോകും? അപ്പൊ എന്താ പഠിക്കണ്ടെന്ന് തീരുമാനിക്കും. ഇവരുടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 17,000 സീറ്റ് ബാക്കി വന്നു. അപ്പൊ ഇവര് പറയും ബാക്കി വന്നാണെന്ന്. ബാക്കി വന്നല്ല, കുട്ടികൾ ചേരാനിട്ടാണ്. കുട്ടികൾ എങ്ങനെ പോവും? ഒരു സാധാരണ വീട്ടിലെ കുട്ടി ഇപ്പോ ഇവിടെ എറണാകുളത്ത് പറവൂരുള്ള ഒരു കുട്ടിക്ക് കൊച്ചിയിലാണ് അഡ്മിഷൻ കിട്ടുന്നെങ്കിലോ അല്ലെങ്കിൽ കോതമംഗലത്താണ് കിട്ടുന്നെങ്കിലോ +1 പോകാൻ പറ്റുമോ? സാധാരണ വീട്ടിലെ കുട്ടികൾക്ക് പോകാൻ പറ്റുമോ? ഇത് അതിനേക്കാൾ ദൂരെയുള്ള സ്ഥലത്താണ് കിട്ടുന്നത്. അപ്പൊ താലൂക്ക് വൈസ് യൂണിറ്റ് വൈസ് ചെയ്ത് ബാച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ഈ മാർജിനൽ ഇൻക്രീസ് കൊടുത്ത് വിദ്യാഭ്യാസ നിലവാരം തകരും. ഞങ്ങളിത് കണക്കുകളുടെ പിൻബലത്തോടു കൂടി കറക്റ്റായിട്ട് ഓരോ സീറ്റിന്റെ എണ്ണം, പാസ്സായ കുട്ടികളുടെ എണ്ണവും എലിജിബിലിറ്റി ഉള്ള കുട്ടികളുടെ എണ്ണം അഡ്മിഷൻ എടുക്കേണ്ടത്, അത് മൈനസ് സീറ്റുകളുടെ എണ്ണം എത്രയാണെന്ന് ഓരോ ജില്ലയിലും പറഞ്ഞതാണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ സമരം ഈ രംഗത്തുണ്ടാവും. വിജയലക്ഷ്മി ഇന്ന് ആവർത്തിച്ചിട്ടുള്ളത് മലപ്പുറത്ത് ഇനി 14,000 കുട്ടികൾക്കാണ് ഈ പ്രവേശനം നൽകേണ്ടത്. 16,000 സീറ്റുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തെറ്റായ വിവരമാണ്. തെറ്റാണ്. പിന്നെ വെറുതെ ആളുകൾ സമരം ചെയ്യും, കുട്ടികൾ കരയും, കുട്ടികൾ ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് ഈ സീറ്റുകൾ യാതൊരുവിധ ഇതുമില്ല. ഉറപ്പായിട്ട് പങ്കെടുക്കും. കാരണം ഒരു ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഒരാൾ കേരളത്തിലെ മന്ത്രിസഭാ യോഗത്തിൽ ആ മന്ത്രിസഭയിൽ അംഗമായി സത്യപ്രതിജ്ഞ ചടങ്ങ് ഞങ്ങൾ ഒരു കാരണവശാലും ബഹിഷ്കരിക്കില്ല. ഞാൻ തന്നെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റ് പറ്റാവുന്ന ഞായറാഴ്ച ആയതുകൊണ്ട് പറ്റാവുന്ന പ്രതിപക്ഷ നേതാക്കളും MLA-മാരോടൊക്കെ പങ്കെടുക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കെ രാധാകൃഷ്ണന്റെ കയ്യിൽ നിന്നും കേളുവിലേക്ക് മന്ത്രിസ്ഥാനം മാറിയപ്പോൾ ദേവസ്വം വകുപ്പ് എന്തിനാണ് കേളുവിൽ നിന്ന് എടുത്തു മാറ്റിയത് എന്ന് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സർക്കാർ ചെയ്തത് എന്നത് ഒരു തെറ്റായ തീരുമാനമാണ്. വകുപ്പ് ആർക്കൊക്കെ കൊടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കും അവരുടെ പാർട്ടിക്കും ഉണ്ട്. പക്ഷേ ദേവസ്വം പോലത്തെ ഒരു വകുപ്പ് ഒരു കാരണവശാലും അദ്ദേഹത്തിൽ നിന്ന് മാറ്റാൻ പാടില്ലായിരുന്നു. അതൊരു പൊതുസമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രയാസം, അത് വളരെ വലുതാണ്. സർക്കാർ ശ്രദ്ധിക്കണമായിരുന്നു. അതുപോലെ കൊടിക്കുന്ന് സുരേഷിന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചതുപോലുള്ളൊരു സമീപനമായി സംസ്ഥാന ഗവൺമെന്റ് ഈ പുതിയ മന്ത്രിയുടെ കാര്യത്തിൽ കാണിച്ചത്. കൊടിക്കുന്ന് സുരേഷിനെ പോലുള്ള 8 പ്രാവശ്യം വിജയിച്ച് അവിടെ പാർലമെന്റിൽ എത്തിയ ഒരാളെ മറികടന്ന് അദ്ദേഹത്തെക്കാൾ ജൂനിയറായ ഒരാളെ പ്രോട്ടൈം സ്പീക്കറാക്കിയത് ഒരു അധികാരമുള്ള പോസ്റ്റല്ല. പ്രോട്ടൈം സ്പീക്കർ ഒരു ദിവസത്തെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് ഏറ്റവും സീനിയോറിറ്റി പരിഗണിച്ചിട്ടാണ് അത് ചെയ്യാറുള്ളത്. അപ്പോ അദ്ദേഹം ഒരു പട്ടികജാതിക്കാരനായതുകൊണ്ടാണോ അല്ലെങ്കിൽ കോൺഗ്രസുകാരനായതുകൊണ്ടാണോ എന്തുകൊണ്ടാണെങ്കിലും അദ്ദേഹത്തിന് ഒരു നീതിയാണ് നിഷേധിക്കപ്പെട്ടത്. അദ്ദേഹത്തിന് കിട്ടേണ്ട ഒരു അർഹതപ്പെട്ട ഒരു സ്ഥാനമാണ് നിഷേധിക്കപ്പെട്ടത്. അപ്പോ മോഡി ഗവൺമെന്റിന്റെ സമീപനം ഇത് തന്നെയാണ്. അല്ല, തീർച്ചയായിട്ടും അത് നല്ല കാര്യം, സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ അതിനെ. അങ്ങനെ ചെയ്ത മുഖ്യമന്ത്രി ഇക്കാര്യത്തിലും കൂടി ഒരു സമീപനം എടുക്കണമായിരുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ അത് പാലിച്ചിട്ടില്ല. അപ്പൊ അതിലെന്താണ് നിലപാട്? ജാതി സെൻസസ് കേരളത്തിൽ നടത്തണമെന്നൊരു ആവശ്യം കോൺഗ്രസിനുണ്ടോ? അല്ല, കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ ജാതി സെൻസസ് നടപ്പാക്കണം എന്നുള്ള തീരുമാനമെടുത്ത പാർട്ടിയാണ്. കേരളത്തിൽ വരുമ്പോൾ അതിന് യാതൊരു വ്യത്യാസമില്ല. അത് പെടുത്തി സംവരണം കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടുന്ന സമുദായങ്ങൾ അവർക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും അർഹതപ്പെട്ട പല ആളുകൾക്കും കിട്ടുന്നില്ല എന്നുള്ള വ്യാപകമായ പരാതി ഉയരുന്ന സാഹചര്യത്തിൽ അതൊരു നിർദ്ദേശമാണ്. പ്രത്യേകിച്ച് കോടതി കൂടി അത് പറഞ്ഞിരിക്കുമ്പോൾ നിർബന്ധമായിട്ട് അത് ചെയ്യേണ്ട. പിന്നെ